അപ്പം നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ സാധാരണ ഞാൻ ചെയ്തിട്ടത് ന്യൂസ് പേപ്പറിൽ കിട്ടിയിട്ടത്. അപ്പോൾ ഇങ്ങനത്തെ ഇപ്പോൾ വയർപ്പ് തട്ടിയിട്ട് ഇത് ഫുള്ളും ഇതിമക്ക് കളർ പിടിക്കുക ചെയ്തത് സീറ്റുമക്ക്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിൽ ന്യൂസ് പേപ്പറിൻ്റെ ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. ന്യൂസ് പേപ്പറിൻ്റെ നമ്മൾ കല്യാണത്തിലൊക്കെ ടേബിളുമ്പോൾ പിരിക്കൂലേ, ആ സീറ്റാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ കുറച്ച് മോൻ്റെ കല്യാണത്തിൻ്റെ അന്നത്തെ കുറച്ച് ബാക്കിയുണ്ട്, അപ്പോൾ അതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ കംപ്ലീറ്റും ഇതിൻ്റെ എടുക്കാം. ഇതാണ്ടത് എങ്ങനെ തുടച്ച് വൃത്തിയാക്കിയാലും ഇതുണ്ടാവില്ല, പക്ഷെ ഭംഗി കുറച്ച് കുറയും. എന്നുവെച്ചാൽ ഈ ചില്ലിൻ്റെ ഇത് കാണൽ കുറച്ച് കുറയുന്നുള്ളൂ. പക്ഷെ നമ്മളെ സീറ്റും ഈടിട്ടും നമുക്ക് നല്ല 2 വർഷം കൂടുമ്പോൾ മാറ്റി കൊടുത്താലും മതി. ന്യൂസ് പേപ്പർ ഇട്ടാൽ ഒരു കുഴപ്പമില്ല, ന്യൂസ് പേപ്പർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2 വർഷമായിട്ടുണ്ടായിരുന്നു ആ ന്യൂസ് പേപ്പർ ഇട്ടിട്ട്. അപ്പോൾ അതൊന്ന് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് ഒന്നായിട്ടൊന്ന് കാണിച്ചു തരട്ടാ. എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ. എങ്ങനായാലും ആരെങ്കിലും ജസ്റ്റ് ഒന്ന് ഇരുന്നാൽ മതി, അപ്പോൾ ഇതേപോലെ വൃത്തികേടാവും. എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ നമുക്ക് കംപ്ലീറ്റും ഇതൊന്ന് എടുത്ത് ഒഴിവാക്കിയിട്ട് സീറ്റിടാം. അപ്പോൾ നിങ്ങൾ ഇത് തുടച്ച് ഒന്ന് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ന്യൂസ് പേപ്പർ ഇടാം. ഇത് നല്ല പ്ലെയിൻ വെള്ളമല്ല, കുറച്ച് ഡാർക്കായിട്ടുള്ള കളറാണ്. അതുകൊണ്ടാണ് അടി ക്ലിയറായിട്ട് അങ്ങനെ കാണാത്തത്. അപ്പോൾ അങ്ങനെ ഇട്ടത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിന്മേ പ്ലെയിൻ സീറ്റ് ഇടാന്നല്ലേ ഉദ്ദേശിച്ചിരുന്നേ, അതായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നതും. അപ്പോൾ ഞാൻ സീറ്റൊക്കെ ഒന്ന് മാറ്റി ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ഭംഗി ഉണ്ടാവും. ഞാൻ ഇപ്പോൾ ഈ സീറ്റാട്ടോ ഇട്ടത്. ഇത് ഞാൻ പറഞ്ഞില്ല കല്യാണത്തെങ്കിലൊക്കെ ഉണ്ടാകുന്ന സീറ്റാണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ഇനി ഇതില്ല വിചാരിച്ചാൽ ഇടാതൊക്കെ ഉണ്ട, ന്യൂസ് പേപ്പർ ഇട്ടോളി, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഇപ്പം ഞാനിവിടെ നല്ലവണ്ണം ഒന്ന് ആദ്യം പോളിസ്റ്ററിൻ്റെ തുണി കൊണ്ട് ഒന്ന് നനച്ച് തുടച്ച്, അതിന് ശേഷം നല്ല കോട്ടൺ തുണി കൊണ്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തതാണ്. ഇനി നമുക്ക് ഈ സീറ്റ് പിരിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഇത് ഒരേ ലെവലിലാക്കി വെട്ടിയിട്ട് എന്താ വെച്ചാൽ ഒട്ടിച്ച് കൊടുത്തു. അതൊന്നും നിർബന്ധമില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊന്നും ന്യൂസ് പേപ്പർ ഇട്ടപ്പോഴൊന്നും ഒട്ടിച്ച് കൊടുത്തിട്ടില്ലായിരുന്നു, ജസ്റ്റ് ഒന്ന് വെച്ച് ഒട്ടിച്ച് കൊടുത്തതാണ്. അതിപ്പോൾ ഈ പേരക്കുട്ടിയൊക്കെ ഉള്ളതല്ലേ, കുറച്ചൊരു വിക്രസമാണ്. അപ്പോൾ അത് അടിയിൽ നിന്ന് ന്യൂസ് പേപ്പർ ഇതൊന്ന് വലിക്കേണ്ട വെച്ചിട്ടാണ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തത്. ഒരു നിർബന്ധമില്ല കേട്ടോ. ന്യൂസ് പേപ്പർ ആകുമ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തു. അപ്പോൾ 4 ഭാഗത്തും ഓരോരോ കനം വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ച് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ന്യൂസ് പേപ്പർ ആണെങ്കിൽ പിന്നെ അതിൻ്റെ പ്രശ്നമില്ല. ഇത് വേറെ പ്രശ്നം കൂടി ഉണ്ട്. ഒറ്റ പീസ് ഇങ്ങനെ കിട്ടൂല. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഒട്ടിച്ച് കൊടുത്തിട്ട് പിന്നെ ചെറിയൊരു ലെങ്ത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൊഴിഞ്ഞാടി പോകും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഒരു പേപ്പർ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി, അപ്പോൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഞാൻ അതിൻ്റെ മേലെ പേപ്പർ സീറ്റ് വിരിച്ചതിന് ശേഷം ജസ്റ്റ് ഒരുപാട് വിരുന്നേര് വരികയാണെങ്കിലേ ഞാൻ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുന്ന് വെച്ചിട്ട് അതിൻ്റെ മേലെ ന്യൂസ് പേപ്പർ ഇട്ടു കേട്ടോ. ന്യൂസ് പേപ്പർ ഇട്ടിട്ടാണ് ഭക്ഷണമൊക്കെ കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഈ സീറ്റ് തുടക്കേണ്ട ആവശ്യം വരില്ല. ആ ന്യൂസ് പേപ്പർ അങ്ങനെ കൊണ്ട് എടുത്തിട്ട് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ സീറ്റ് ഇട്ട് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ട ന്യൂസ് പേപ്പർ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ന്യൂസ് പേപ്പറാണ് ഇടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്താൽ മതി. ടേബിൾ മേൽ ഇങ്ങനെ സീറ്റ് പിരിച്ചതിന് ശേഷം ഇതിൻ്റെ അടിയിലൂടെ ന്യൂസ് പേപ്പർ ഇങ്ങനെ കയറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഈ പേപ്പറൊക്കെ കൊടുത്ത് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടത് ഇട്ടിട്ട്, അപ്പോൾ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ എഡിറ്റൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇതിന് എന്താ വെച്ചാൽ നമ്മുടെ വിയർപ്പ് തട്ടിയിട്ട് ഇതിൻ്റെ അടിയിൽ കളർ പേപ്പർ ആയിരുന്നല്ലോ ഇട്ടിരുന്നത്. അപ്പോൾ ഈ കളറ് പിടിച്ചു. അപ്പം നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ സാധാരണ ഞാൻ ചെയ്തിട്ടത് ന്യൂസ് പേപ്പറിൽ കിട്ടിയിട്ടത്. അപ്പോൾ ഇങ്ങനത്തെ പേപ്പർ ഇടുന്നതിന് കുഴപ്പമില്ല, കളറില്ലാത്ത പേപ്പർ ഇട്ടാൽ മതി. വെള്ള പേപ്പർ ഉണ്ടാവുമല്ലോ, എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു വെള്ള, പക്ഷെ ഞാനൊന്നും കൂടി ഡിസൈൻ ആയിക്കോട്ടെ ഇതിൻ്റെ മേലെ കൂടെ കാണുമ്പോൾ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഇടുക, ഒന്നുകിലോ ന്യൂസ് പേപ്പർ ഇടുക അല്ലെങ്കിൽ വെള്ള പേപ്പർ ഇടുക. ഇത് തന്നെ മറിച്ചിട്ട് കൊടുത്താൽ മതിയായിരുന്നു, പക്ഷെ ഞാൻ ഇവിടെയൊക്കെ ഒട്ടിച്ചേർത്തും ചെയ്തു. അപ്പോൾ ഇനി അത് പിച്ചി ചെയ്തെടുക്കണ്ടെന്നുള്ള എനിക്ക് കണ്ട ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചതാണ്.
ഇതിൻ്റെ അടി വെള്ളയാണ് കേട്ടോ. ഇത് മറിച്ച് കണ്ടില്ലേ, ഇതിൻ്റെ അടി വെള്ളയാണ്. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയിരുന്നു. അപ്പോൾ ഏതായാലും ഇത് പറ്റിപ്പോയല്ലോ. ഈ ഇതിന് 12 വർഷത്തിന് മേലെ സീറ്റിന് കാലയിക്കണം. ഇത് കൊടുത്തിട്ട് സാധാരണ ഇങ്ങനെ ന്യൂസ് പേപ്പറാണ് ഇട്ട് കൊടുത്തത്. ഇപ്പം ഇനി പേരക്കുട്ടിയൊക്കെ വരുമ്പോൾ അടിയിൽ നിന്ന് ഇങ്ങനെ പേപ്പർ വലിക്കും വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ സീറ്റ് ഒന്നായിട്ടാക്കിയത്. അത് തന്നെ ഇത് കണ്ട ജോയിൻറ്റ് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ഇതിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. കഷ്ണങ്ങളൊന്നും പോരാതെക്കാൻ വേണ്ടിയിട്ട് ജോയിൻ്റൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കണ്ടാണ് ചെയ്തത് കേട്ടോ, പ്ലാസ്റ്റിക് കൊണ്ട്. അപ്പോൾ എന്ത് ചെയ്തത്, നമ്മൾ എത്ര ആയാലും ഇതിന്മേലൊരു വിയർപ്പ് വരില്ല. നമ്മൾ സ്ഥിരം ഇപ്പോൾ ഭക്ഷണം കഴിക്കില്ല, ഓതാൻ ഒക്കെയാണ് നമ്മളിവിടെ ഇരിക്കുക. അപ്പോൾ വിയർപ്പ് തട്ടിയിട്ട് ഇത് ഫുള്ളും ഇതിമക്ക് കളർ പിടിക്കുക ചെയ്തത് സീറ്റുമക്ക്. അതിൻ്റെ ശേഷം ഞാൻ പിന്നെ എന്ത് ചെയ്തു, ആദ്യത്തെ പോലെ തന്നെ പേപ്പർ ഇട്ട് കൊടുത്ത്. ഇനി ആ സീറ്റ് മാറ്റണം വിചാരിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സീറ്റിന് എപ്പോഴും ആവശ്യം വരുമല്ലോ. ഇത് ഞാൻ കുറേ തുടച്ച് നോക്കി, ഒന്നും പോയില്ല. എന്താണെന്ന് വെച്ചെങ്കിലോ അത്രക്കും വർഷമായി, 12 വർഷത്തിന് മേലായി. ഒരു കേടോ ഒന്നും ഇതിലില്ല, ഒരു വര പോലും വീണിട്ടില്ല. പിന്നെ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുമ്പോഴേ കളർ പേപ്പർ ഇടരുത്, വെള്ള പേപ്പർ ഇട്ടാൽ മതി. ഇനി വെള്ള പേപ്പർ ഇല്ലാച്ചിട്ടൊന്നും കുഴപ്പമില്ല, ന്യൂസ് പേപ്പർ ഇട്ട് കൊടുത്താലും മതി. അപ്പോഴും നല്ല വെറൈറ്റിയിൽ നിൽക്കും. ഇതിപ്പോൾ ഏതായാലും ഇപ്പോൾ ഈ കൊറോണൻ്റെ ഇത്ര ഇതിലൊന്നും ഇപ്പം കടയിലേക്കൊന്നും പോകാൻ വയ്യ. അപ്പം ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സീറ്റും കൂടി വാങ്ങിയിടണം. ഈ സീറ്റ് നമുക്ക് എന്തായാലും ബെഡുമൊക്കെ നമുക്ക് ഇട്ട് കാണ്ട് ഇതാക്കാം. കുട്ടികളുണ്ടാകുമ്പോൾ നമുക്ക് സീറ്റ് ജാസ്തിയാവില്ലല്ലോ. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. താങ്ക്സ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.